നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രസാദ്. നമ്മുടെ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുണ്ട് പുരണ്ട് കിടക്കുന്നു. സാമൂഹികമായും ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിൽ നിന്നും പോയ ഭായിമാരൊക്കെ തിരിച്ചു വന്നില്ല. കൂടിപ്പോയാലൊരു കുറച്ച് പേരൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ച വരെയുള്ള അവസ്ഥ ഞാൻ പറയുന്നത്. കുറച്ച് പേർ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അവർക്ക് ഇവിടെ ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തിരിച്ചു. അല്ലാത്തവരെല്ലാം അവിടെ വ്യവസായം അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന പണി നാട്ടിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊണ് കഴിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ചോറും കെട്ടിപ്പോയി കഴിച്ച് തിരിച്ച് ആഹാരം കൊണ്ട് ഖാനയും കൊണ്ടുപോയി കഴിച്ച് വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. കാരണം പശ്ചിമ ബംഗാൾ അവരുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞു. മമതയുടെ അതിക്രമത്തിൽ അവരവിടെ നിന്നൊക്കെ പലായനം ചെയ്ത് വന്നവരാണ് ഭൂരിഭാഗവും. ട്രെയിനുകളിൽ നിറഞ്ഞു വന്നതൊക്കെ ഇവരാണ്. അപ്പോൾ സമാന്തരമായിട്ടാണ് സുവേന്ദു അധികാരി സർക്കാരും കേന്ദ്രത്തിൽ അമിത്ഷായും കൂടി ചേർന്നിട്ട് അവിടെ നിന്നുള്ള ബംഗാളികളെ അല്ലേ, നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ റോഹിംഗ്യൻസ് അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ കുടിയേറി മമത വോട്ട് ബാങ്കാക്കി തേനും പാലും ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അവരെ ഒരു SIRൽ പുറത്തായി. അപ്പോൾ അവർക്ക് നമ്മൾ അതിർത്തി കെട്ടി അടയ്ക്കുകയും ചെയ്തു. തൃണമൂലുകാർക്ക് മാത്രമേ അറിയാവൂ എങ്ങനെ ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ഊടുവഴി എവിടെയൊക്കെയാണെന്നുള്ളത്. 600 കിലോമീറ്ററുള്ള അതിർത്തി BSF കെട്ടി അടച്ചും കഴിഞ്ഞു. അങ്ങോട്ട് തിരിച്ച് ഊണ്ട് കയറാനും നുഴഞ്ഞു വന്നവർക്ക് തിരിച്ച് ഊണ്ട് ഇറങ്ങിപ്പോകാനും പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ പെരുമ്പാവൂരിലേക്കാണ് ഏറ്റവും മെയിൻ സെൻറ്റർ അവിടെയാണല്ലോ, കേരളത്തിലേക്ക് വരുന്നതാണ്. അവിടുന്ന് വരുന്ന ബംഗാളിൽ നിന്ന് വരുന്ന ട്രെയിൻ നിറയെ കുത്തി ഞെരുങ്ങി ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ വന്നിറങ്ങി. അവരാരാണ് ശരിക്കും അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? മുമ്പൊക്കെ ഇവർ വരുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വെച്ചിട്ട് ഇവരുടെ ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്ത് ഇപ്പോഴങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഈ വന്നവരൊക്കെ ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത്? കഴിഞ്ഞ ദിവസം, അതായത് ഷാലിമാർ എക്സ്പ്രസ് അവിടെ നിന്ന് വന്നപ്പോൾ അത് തിങ്ങി നിറഞ്ഞാണ് വന്നത്. എത്ര ആൾക്കാർ വന്നു എന്ന് എണ്ണമെടുക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ആ വണ്ടി അവിടെ എത്തി, ആലുവ സ്റ്റേഷനിലെത്തി, ആ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയവരെ കൊണ്ട് ആ പ്രദേശം അങ്ങ് നിറഞ്ഞു. അതായത് ബാത്റൂമിനകത്ത് പോലും നിന്ന് യാത്ര ചെയ്യുകയാണ് ആൾക്കാർ. ശരി, അങ്ങനെയായിരുന്നു ഷാലിമാർ എക്സ്പ്രസിൻ്റെ അവസ്ഥ. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പത്രങ്ങളും മറ്റുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വന്നവർ കുടുംബസമേതമാണ് വരുന്നത്, ഒറ്റയ്ക്ക് വരുന്നവരല്ല. അതായത് ഭാര്യ, ഭർത്താവ്, കൂടെ 5-6 കുട്ടികളാണ്. അപ്പോൾ ഇതാണ് അവിടെ വലിയ സംശയത്തിന് കാരണമായി. കേരളത്തിലേക്ക് രാപ്പാർക്കാൻ വരുന്നവരാണ്. കേരളത്തിലേക്ക് രാപാർക്കാൻ വന്നതാണോ, കേരളത്തിലേക്ക് ഒളിച്ചു താമസിക്കാൻ വന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സേഫ് ആണെന്ന് അവിടുന്ന് അതായത് ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി, പശ്ചിമ ബംഗാളിലെ മാൾഡ, അതുപോലെ തന്നെ മൂർഷിദാബാദ് തുടങ്ങിയ ജില്ലകൾ വരുന്ന അതിർത്തി, അവിടെ കൂടുതലും ഈ നമ്മൾ പറഞ്ഞല്ലോ ഏതാണ്ട് 600 കിലോമീറ്റർ ഫെൻസിങ്ങിന് ബാക്കിയുണ്ടെന്ന്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചതുപ്പാണ്. പണ്ട് 71 ആക്രമണകാലത്ത് ഇതുപോലെ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിന് അഭയാർത്ഥി പ്രവാഹം കൂടിയപ്പോൾ ബംഗ്ലാദേശിനെ ആക്രമിക്കണം എന്ന് സാം മനേഷ്കയോട്, നമ്മുടെ ഫീൽഡ് മാർഷലൊക്കെ ആയിരുന്ന സാം മനേഷ്കയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല എന്നാണ്. കാരണം മഴ പെയ്യുന്ന കാലയളവാണ്. ഈ ജൂൺ ജൂലൈ മാസം മൺസൂൺ കാലത്താണ് ഇവർ ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല, ഈ മൺസൂൺ കാലത്ത് ആക്രമിച്ചാൽ അവിടെ ചതുപ്പാണ്, ഈ ചതുപ്പിൽ ടാങ്കുകളൊക്കെ പൊതഞ്ഞു പോകും, നമുക്ക് പിന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് അതിർത്തി കടന്നപ്പുറത്തേക്ക് ചെല്ലാൻ പറ്റില്ല, അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും, മഴ കഴിയട്ടെ എന്ന് പറഞ്ഞു. കാരണം ഈ മഴക്കാലം ആവുമ്പോഴത്തേക്കും ഈ നുഴഞ്ഞുകയറ്റം കുറയും. കാരണം അവിടുന്ന് ഈ ചതുപ്പ് കടന്ന് ഇപ്പുറത്തോട്ട് വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഈ അതിർത്തിയിൽ ഒരുപാട് ചതുപ്പ് നിലങ്ങൾ, ചവിട്ടിയെ താന്നു പോകുന്ന ചതുപ്പ് നിലങ്ങളാണ്. അപ്പോൾ ഉഷ്ണകാലത്തൊക്കെയാണ് ഇവർ അതിർത്തി കടന്നിങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നുഴഞ്ഞു കയറും, ഇവിടെ തമ്പടിക്കും. ഈ പറഞ്ഞതുപോലെ അവിടുന്ന് ബംഗാളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ സുവേന്ദു അധികാരത്തിൽ വന്നു. അവിടെ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട് 3D അവിടെ ശക്തമായിട്ട് നടപ്പാക്കാൻ തുടങ്ങി. നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR നടപ്പാക്കിക്കൊണ്ടിരുന്നപ്പോഴും 2025 സെപ്റ്റംബറിൽ വന്ന ഇമിഗ്രേഷൻ ആക്ട്, ഫോറിനേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ ആക്ട് 2025, അത് വന്ന് അതിൻ്റെ പുറകെ SIRും കൂടെ വന്നപ്പോൾ ഈ
ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാർ മുഴുവനും ഈ ചെക്ക് പോസ്റ്റ് കടന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രയാണം ശരിക്കും ഒരു പലായനം തന്നെ ആരംഭിച്ചു. നമ്മൾ കണ്ടതാണ് പണ്ട് ഇന്ത്യ വിഭജന കാലത്ത് നടന്നതുപോലെ. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നുഴഞ്ഞു കയറിയിരുന്നു. കൊൽക്കട്ടയിലെ ഒരു ചെറിയ ഒരു കോളനി, ആ കോളനിയിൽ പോലും ഈ പറഞ്ഞതുപോലെ 2 ലക്ഷത്തോളം ആൾക്കാരുണ്ടായിരുന്ന എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ SIRന് ചെന്നപ്പോൾ 2000 പേരേ ഉള്ളൂ. അവിടെ എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം സ്ഥലം വിട്ടു. ഇവർ പിടിയിലാകും, കാരണം പിടിച്ചാൽ ഇവർക്ക് മാരകമായ ശിക്ഷ കിട്ടുമെന്ന് ഭയന്നിട്ടാണ്. അതായത് പിഴയടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് ഇവർ മടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ സുവേന്ദു അധികാരി അധികാരമേറ്റിട്ട് ഏതാണ്ട് 1 മാസം ആയിട്ടില്ല. 5000-നടുത്ത ആൾക്കാരെ ഔദ്യോഗികമായിട്ട് തന്നെ ഡീപ്പോർട്ട് ചെയ്തു. ഔദ്യോഗികമായി, അതായത് നിങ്ങൾ സ്വമേധയാ മടങ്ങിപ്പോകുന്നവർക്ക് മടങ്ങിപ്പോകാം, ഞങ്ങളിവിടെ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപനം നടത്തി. അങ്ങനെ കുറേ പേര് പോയി. അവർ അതിർത്തി കടന്ന് ചെക്ക് പോസ്റ്റ് കടന്ന് അപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശിൽ അവരുടെ പൗരത്വം, ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന രേഖകളൊക്കെ സമർപ്പിച്ച് അവരുടെ നാട്ടിലേക്ക് പോയി. അങ്ങനെ അല്ലാതെ രേഖകൾ കൈവശം ഇല്ലാത്ത ആൾക്കാരെ ഇവിടെ തന്നെ തങ്ങിയവരെ പിടികൂടി. അത് 5000-നടുത്ത് 4000 ചില്ലുവാനും ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക കണക്കാണ്, നിയമസഭയിൽ വെക്കേണ്ട കണക്കാണത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ബംഗാളിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അടുത്ത കാലത്തായിട്ട് ആസാമിൽ നിന്ന് ആരും ഇങ്ങോട്ട് അധികം വരുന്നില്ല. മറിച്ച് ആസാമികൾ കേരളത്തിൽ ജോലിക്ക് വന്നിരുന്നു, ബീഹാറികളും വന്നിരുന്നു. ബീഹാറികളുടെ എണ്ണം ഇപ്പൊ കുറവാണ്, ആസാമികളുടെ എണ്ണവും കുറവാണ്. പ്ലൈവുഡ് ഫാക്ടറികളുണ്ട്, എല്ലാ മേഖലകളിലും അവർ എന്ന് വെച്ചാൽ കൂലിപ്പണിക്ക് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഏത് മേഖലയിലാണോ ജോലി കിട്ടുന്നത് ആ മേഖലയിൽ അവർ നിന്ന് പിഴയ്ക്കും. ഇവിടെ ഈ ആസാമികളുടെ വരവ് കുറഞ്ഞതിന് കാരണം ആസാമിൽ ജോലിയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനം വിട്ട് പോകേണ്ട, അവിടെ തന്നെ ജോലിയുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെ ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതുകൊണ്ട് അവിടെ ജോലിയുണ്ട്. അപ്പോൾ ആസാമികളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പോൾ കേരളത്തിലോട്ട് വരുന്നത്, കൂടുതലും ബംഗാളികളാണ്. പക്ഷെ ആ ബംഗാളികളിൽ കേരളത്തിലേക്ക് വരുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് എന്ന സംശയം ആ സംശയം ബലപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ വന്നത് കുടുംബമായിട്ടാണ് വന്നത്. സാധാരണ ബംഗാളി എന്ത് ചെയ്യും, അവൻ്റെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് അവൻ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് ജോലിക്ക് വരുന്നത്. ഇവിടെ വന്ന് അവൻ ജോലി ചെയ്ത് ഉള്ള കാശുമായിട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ ആ പണം അങ്ങോട്ട് അയച്ചു കൊടുക്കും. അല്ലേ, നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നത് പോലെ. നമ്മളിവിടുന്ന് ഗൾഫിൽ പോകുന്നത് ഒരു വീട്ടിലെ ഒരാളാണ് പോകുന്നത്. അയാൾ അവിടെ ചെന്ന് ജോലി ചെയ്ത് കുടുംബം നാട്ടിലുണ്ട്, പണം ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. വർഷത്തിലൊരിക്കലും ലീവിന് വരും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ അങ്ങനെ വരുന്നതിന് പകരം സകുടുംബം വരുന്നു, ഭാര്യ, ഭർത്താവ്, മക്കൾ 5-6 മക്കൾ ഏറ്റവും കുറഞ്ഞത്. ഇതാണ് എല്ലാവരെയും പെട്ടെന്ന് അമ്പരപ്പിക്കുന്നത്. സാധാരണ ബംഗാളി കുടുംബങ്ങളിൽ പോലും 2 കുട്ടികൾ, 3-4 കുട്ടികൾ, ഏറിപ്പോയാൽ 4, അതിനപ്പുറത്ത് കുട്ടികളില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. അവരുടെ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടുകാരല്ലേ. പക്ഷെ ഇത് ഏറ്റവും കുറഞ്ഞത് 5-6 കുട്ടികളുണ്ട്. അപ്പം ഇത് വലിയ ഒരു സംശയത്തിന് ഇട നൽകി. സാധാരണ നമുക്കറിയാം, റോഹിംഗ്യകളാണ് ഇങ്ങനെ പെറ്റുപെരുകുന്നത്. ഈ അഭയാർത്ഥിയായിട്ട് വന്ന് കിടന്നാലും പേറിന് കുറവൊന്നുമില്ല. പേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർഷത്തിൽ ഇങ്ങനെ പെറുകയാണ്, അല്ലേ. അപ്പോൾ അത് വലിയ സംശയം നാട്ടുകാരിൽ ഉണർത്തിയിട്ടുണ്ട്. കാരണം ഈ ഷാലിമാർ എക്സ്പ്രസ് വന്ന് നിന്ന് അതിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷനും പരിസരവും ജനപ്രളയമായിരുന്നു. അപ്പോൾ അവിടെ തദ്ദേശീയര ആൾക്കാർ, വ്യാപാരികൾ, അവരെല്ലാവരും അന്തം വിട്ടുപോയി. കാരണം റോഡ് മുഴുവൻ ഇവരെ കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞു. പെരുമ്പാവൂരേക്ക് പോകുന്ന ബസ്സുകളെല്ലാം KSRTC തന്നെ അന്തം വിട്ടുപോയി. അവർക്ക് ബസ് തികയുന്നില്ല വിടാൻ. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. അപ്പോൾ ഇതെല്ലാം വലിയ സംശയത്തിന് ഇട നൽകുന്നു. അപ്പോൾ ഈ വന്നിരിക്കുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണോ? അത് ചെറിയ സംശയമല്ല, നല്ല കനത്ത സംശയമാണ്. കാരണം അതിൻ്റെ ചുറ്റുപാടുകൾ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഈ മാത്രമല്ല, മറ്റൊരാക്ഷേപം ഉയരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബംഗാളിൽ നിന്ന് ഈ ഭരണമാറ്റമുണ്ടായി ബംഗ്ലാദേശികൾക്ക് നാടുവിടേണ്ടി വന്നപ്പോൾ ആ ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ
BJP ഇതര സർക്കാരുകൾ അവർക്ക് പച്ചപ്പരവതാനി വിരിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അത് അതിഥികൾ അത് ഈ അതിഥി തൊഴിലാളികൾ, അത് കേരളത്തിലേ പറയുള്ളൂ. അത് നമ്മുടെ പിണറായി സഖാവ് സംഭാവന ചെയ്ത ഭാഷയിലേക്ക് സംഭാവന ചെയ്ത ഒരു വാക്കാണ് അതിഥി തൊഴിലാളികൾ. ഈ തൊഴിലിന് വരുന്നവൻ എങ്ങനെ അതിഥിയാകുമെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ വരുന്ന ആൾക്കാർ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടോടെ വന്നണയുകയാണ്, കൂട്ടം കൂട്ടമായിട്ട് വന്നണയുകയാണ്. അവരെ ആ സംസ്ഥാനങ്ങളിൽ അവർക്കെതിരെ വലിയ പരിശോധനയോ അന്വേഷണമോ ഒന്നും ഉണ്ടാകില്ല എന്ന് ആരോ ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്ന ഒരു സംശയം കൂടി ഇവിടെ ബലപ്പെടുകയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇവരെന്തുകൊണ്ട് കർണാടകയിലും കേരളത്തിലേക്കും വരുന്നു? ഇവരെന്തുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നില്ല? അവിടെയൊന്നും തൊഴിലില്ലാഞ്ഞിട്ടാണോ? അവിടെയൊന്നും അടിസ്ഥാന സൗകര്യ വികസനം നടക്കാത്തത് കൊണ്ടാണോ? അപ്പോൾ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടണം. മാത്രമല്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജന്മഭൂമി പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അതായത് പത്തനംതിട്ടയിൽ കോയിപ്രം എന്ന് പറയുന്ന പഞ്ചായത്തിൽ പൂവത്തൂർ എന്ന് പറയുന്ന വാർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവാവ്, അയാളുടെ പേര് ജുവൽ കിങ് എന്നാണ്. അയാൾ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അയാളെ ഈ കോൺട്രാക്ടർ വിളിച്ച് അയാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ നാട്ടിലാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇയാളുടെ സ്റ്റാറ്റസ് നോക്കി, വാട്സാപ്പിലെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. ഈവൻ ഒരു AK-47 തോക്കുമൊക്കെ ആയിട്ട് പിന്നെ ബംഗ്ലാദേശിന് ജയ് വിളിച്ചുകൊണ്ട് ഇന്ത്യയെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റാറ്റസാണ് ഇട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ പോയോ? അത് ഇയാൾ പേടിച്ചു. ഇയാൾ ഉടനെ തന്നെ പോലീസിനെ സമീപിക്കുകയും രഹസ്യാന്വേഷണ വിഭാഗം ഇത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഈ ചിത്രം ഡാക്കയിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ വീണ്ടും കോൺടാക്ട് ചെയ്തു. വാട്സാപ്പിൽ കൂടെ തന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവൻ ഫോൺ എടുക്കുന്നില്ല. വിളിക്കുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്, ഇവൻ ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് ഇട്ടു, നീ എവിടെയാണ്, നീ പെട്ടെന്ന് തിരിച്ചു വാ, എനിക്കിവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾ നല്ല ഒരു 5.5 അടി കൂടുതൽ പൊക്കമുണ്ട്, നല്ല ഒത്ത ബലിഷ്ഠമായ ശരീരം, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയും, നാട്ടുകാരുമായിട്ട് വളരെ പെട്ടെന്ന് അടുത്തിടപഴകി ഒക്കെ ഇത് ചെയ്യുന്ന ആളാണ്. അത് മാത്രമല്ല ഇയാൾ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് നാട്ടുകാരെ നിന്നൊക്കെ ചില്ലറ വാങ്ങും, പലരും സഹായിക്കും. 1100 രൂപയാണ് ഇയാളുടെ കൂലി. അപ്പോൾ ഇയാൾ ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്ത്, അപ്പോൾ ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഖുറാൻ സൂക്തങ്ങളാണ് മൊബൈലിൽ പ്ലേ ചെയ്യുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ ഇയാളുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ പറഞ്ഞതാണ്. അപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇയാൾ കുറച്ച് മെസ്സേജ് അയച്ചു, ഇങ്ങനെ തിരിച്ചു പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ പൂനെയിലാണ്, ഇവിടെ ഒരു കട തുടങ്ങിയിരിക്കുകയാണ്, ഞാൻ ഇവിടെയാണിപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഇവരങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ബംഗ്ലാദേശി പൗരനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി യെസ് എന്നുള്ള വൈ ആണ് വന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ സംശയം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ ജുവൽ കിങ്ങിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ഇപ്പോൾ ATS അത് ഏറ്റെടുത്തിട്ടുണ്ട്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എന്തായാലും ഇയാളെ കയ്യിൽ എങ്ങനെ ഈ AK-47 വന്നു? ഈ ചിത്രം മാനിപ്പുലേറ്റഡ് ആണോ, വെറുതെ ഉണ്ടാക്കിയതാണോ, ഒരു രസത്തിനുണ്ടാക്കിയതാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? മാത്രമല്ല ഇയാൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന നടപടിക്കെതിരെ ഇയാൾ അതിരൂക്ഷമായി ഇന്ത്യ ഗവൺമെൻറ്റിനെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക, സ്റ്റാറ്റസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. വിവരമുള്ള ഗ്രാഹ്യമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോലീസിനെയും നമ്മുടെ നാട്ടുകാരെയും ഒക്കെ. കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂരിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഒരു ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന ഒരു തൊഴിലാളിയല്ല, ഒരു യുവാവിനെ 4 പേര് അറസ്റ്റിലായിട്ടുണ്ട്. 500 കിലോളം കഞ്ചാവ് ഇവരിന്ന് പിടിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഇടയിലുള്ള ആ പരിശോധനയിലാണ് ഈ പെരുമ്പാവൂരിൽ നിന്നും വൻതോതിൽ. പെരുമ്പാവൂരിൽ ഈ ഡ്രഗ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട്.
അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പറയുന്നത് ഈ പിടിച്ച വ്യക്തി പറയുന്നത് കിലോയ്ക്ക് 3000 രൂപയ്ക്ക് ബംഗാളിൽ നിന്നും വാങ്ങും. 3 മുതൽ 5,000 കിലോ വരെ, അതിന്റെ ക്വാളിറ്റി അനുസരിച്ച്. കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ 30,000 രൂപയാണ് ഒരു കിലോയ്ക്ക് വിൽക്കുന്നത്. 3000 മുതൽ 5000 രൂപയ്ക്ക് വരെ കിലോയ്ക്ക് വാങ്ങുന്നത്. ഇവിടെ 30,000 രൂപയ്ക്ക് കേരളത്തിൽ വിൽക്കുന്നത് കിലോയ്ക്ക്. അല്ല, അത് ലാഭമുള്ള ബിസിനസ്സാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അതെ അതെ, നല്ല ലാഭമാണ്. പിന്നെ പിടിച്ചാൽ പിടിച്ചു. പക്ഷെ ഓപ്പറേഷൻ തൂഫാനിൽ നിരവധി പേര് എങ്ങനെ ഒരുപാട് പേര് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്തുനിന്ന് തൃക്കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 9 പേര് പിടിയിലായി. ആ 9 പേരും ബംഗ്ലാദേശികളാണ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. അവർ വേറെ വിധ്വംസ പ്രവർത്തനത്തിന് വന്നവരാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജോലി തേടി വന്നവരാണ്. ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് രഹസ്യമായിട്ട് താമസിക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം കയ്യിൽ ആധാർ കാർഡും ഇതുമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒത്തു നോക്കിയപ്പോൾ ഇത് വ്യാജമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്. ഇനിയിപ്പോൾ അവരെ ഡിപ്പോർട്ട് ചെയ്യും, അതിൻ്റെ നടപടികളിലേക്ക് പോകും. കാരണം ഈ വന്നതിൽ ഒരു 60-70% പേരും തൊഴിലെടുക്കാൻ വരുന്നവർ തന്നെയാണ്. അവർ വേറെ വലിയ കുഴപ്പങ്ങൾക്ക് വരുന്നവരല്ല. പക്ഷെ അവരെപ്പോൾ വേണമെങ്കിലും കുഴപ്പക്കാരായി മാറാം. പിന്നെ നമ്മുടെ നിയമങ്ങൾ പ്രകാരം ഒന്നാമത്തെ കാര്യമല്ല, ഈ വരുന്ന ബംഗ്ലാദേശികൾ അവർക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നും ഉള്ളവരല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കറിയാം, ഈ 1921 മലബാർ ലഹളയുടെ തുടക്കം കുറിക്കുന്നത് മമ്പറം പള്ളി ബ്രിട്ടീഷുകാർ പീരങ്കി വെച്ച് തകർത്തു എന്നൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് കലാപം ആരംഭിക്കുന്നത് 1921. അതിനു മുമ്പ് ചെറുതും വലുതുമായ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇതുപോലെ എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത അങ്ങ് ഇറങ്ങും, ഉടനെ കലാപം തുടങ്ങും. നമുക്ക് തന്നെ അറിയാം, 91-92 കാലത്ത് പൂന്തുറ കലാപം നടന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. നിസ്സാരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരിടത്ത് ആക്രമണം നടന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പൂന്തുറ ഭാഗത്ത് ഇങ്ങനെ ഒരു വേർതിരിവുണ്ടെന്ന്. ഒരു പ്രത്യേകിച്ച് 2 വിഭാഗക്കാർക്ക് താമസിക്കാനായിട്ട് നടുക്കൊരു കടൽപ്പുറത്തേക്ക് ഒരു വഴിയും ഒക്കെ അതിന് 2 ഭാഗത്തായിരുന്നു താമസിക്കുന്നത്. പിന്നീട് നോമാൻസ് ലാൻഡ് ആക്കി അതിനപ്പുറം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇത് ഈ ബംഗ്ലാദേശികൾ, റോഹിംഗ്യകൾ ഒക്കെ നമുക്കറിയാം. റോഹിംഗ്യകൾ എങ്ങനെ അഭയാർത്ഥികളായി, മ്യാൻമാറിൽ അവർ എന്തുകൊണ്ട് അഭയാർത്ഥികളായി എന്നൊക്കെയുള്ള. ഒന്നാമതെ മ്യാൻമാർ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുള്ള, നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ബുദ്ധമതക്കാർ വലിയ അഹിംസാവാദികളാണ്, ബുദ്ധൻ്റെ ആൾക്കാരല്ലേ. അവർ അവിടുന്ന് ഇവരെ അടിച്ചോടിക്കണമെങ്കിൽ, അത്രയും അഹിംസാവാദികളായ ബുദ്ധമതക്കാർ റോഹിംഗ്യകളെ അടിച്ചോടിക്കണമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര പുട്ടിയിട്ട് വെളുപ്പിച്ചാലും ഇത് വെളുക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് ഈ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും വലിയ തോതിൽ ബംഗാളിൽ അവശേഷിക്കുന്നവർ, അവർ ഈ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ ഭാഗമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന എന്തെങ്കിലും ഒരു സംഭവം, ഒരു അപായം ഉണ്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പോലീസ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം. വളരെ കൃത്യമായിട്ട് ഇവരുടെ എല്ലാം വെയർഅബൌട്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിൽ ബംഗാളികളും ഉണ്ടെങ്കിൽ അവർ നിൽക്കട്ടെ, അവർ ജോലി ചെയ്യട്ടെ. ആസാമികളുണ്ടെങ്കിൽ നിൽക്കട്ടെ, ജോലി ചെയ്യട്ടെ. പക്ഷെ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഒരു കാരണവശാലും കേരളത്തിൽ വെച്ചു പൊറിപ്പിക്കരുത്. അതിന് കേരളം വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയവും ഇല്ല. ഒന്നാമത് ഈ ആൾക്കാർ കായികമായിട്ട് നല്ല തടിമിടുക്കൊക്കെ ഉള്ളവരാണ്, പക്ഷേ ബൗദ്ധികമായി ക്ഷമയോ സഹനമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. വലിയ പഠിപ്പും അറിവും ഉള്ളവരല്ല, എഴുതാനും വായിക്കാനും പോലും അറിയുന്നവരല്ല. അവരെ അതുകൊണ്ട് തന്നെ അവർ അപകടകാരികളാണ്, സൂക്ഷിക്കണം. അവർ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് പോകാം, വയലൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പോലീസ് നടപടി സ്വീകരിക്കേണ്ടത്. ഇതിൽ കൃത്യമായിട്ട് ബംഗാളിൽ നിന്നാണ് എന്ന് നമുക്ക് പോലീസിന് ഉത്തമ ബോധ്യം വരുന്നവരെ ഇവിടെ തുടരാൻ അനുവദിക്കാം. അല്ലാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും സുവേന്ദു അധികാരി പറഞ്ഞ പോലെ ഡിറ്റക്ട്, ഡിലീറ്റ്, ഡിപ്പോർട്ട് അത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ കേരളം തീർച്ചയായിട്ടും വലിയ വില അതിന് കൊടുക്കേണ്ടി വരും.